8 മാസം മുമ്പ് ജനുവരി 26-ാം തീയതിയാണ് സീരിയൽ നടി ഡയാന ഹമീദിന്റെ വിവാഹ വാർത്ത പുറത്തുവന്നത്. ടെലിവിഷൻ താരവും അവതാരകനുമായ അമീൻ തടത്തിലുമായുള്ള നിക്കാഹ് ആഘോഷം അതിഗംഭീരമാക്കിയ ചടങ്ങിന് ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളുമടക്കം നൂറുകണക്കിന് പേർ എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ 8 മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അമീന്റെ വീട്ടിലേക്ക് പോകുന്ന വിവാഹ ചടങ്ങ് ഗംഭീരാഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഡയാനയും വീട്ടുകാരും. നേരത്തെ നടന്ന നിക്കാഹ് ചടങ്ങ് എന്ന് പറയുന്നത് ഒരു വിവാഹ നിശ്ചയം പോലെയായിരുന്നു. ആ ചടങ്ങ് കഴിഞ്ഞാൽ മതപരമായി ഇരുവരും ഭാര്യാഭർത്താക്കന്മാരാണ്. ചിലർ അപ്പോൾ തന്നെ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയും ഭർതൃ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. മറ്റൊരു വിവാഹ ചടങ്ങോ ആഘോഷങ്ങളോ ഒന്നും തന്നെ സംഘടിപ്പിക്കില്ല. എന്നാൽ ഡയാനയെയും അമീനെയും സംബന്ധിച്ച് 8 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് ഇരുവരും പ്രവേശിക്കുന്നത്. മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് അമീൻ തടത്തിൽ എന്ന ഈ പയ്യൻ. ഇപ്പോൾ നടന്ന വിവാഹ റിസപ്ഷൻ ചടങ്ങിന് ശേഷം അമീന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുകയായിരുന്നു ഡയാന ഹമീദ്. കൊച്ചിയിൽ നടന്ന വിവാഹ റിസപ്ഷൻ ചടങ്ങിലേക്ക് തൂവെള്ള ഗൗണിട്ട് അതീവ സുന്ദരിയായാണ് ഡയാന എത്തിയത്. പാട്ടും ഡാൻസുമായി പ്രിയപ്പെട്ടവർ നവദമ്പതികളെ വരവേറ്റ ചടങ്ങിൽ നോബി മാർക്കോസും കുട്ടി അഖിലും എലീന പടിക്കലും ആതിര മാധവും ശ്രീവിദ്യ മുലച്ചേരിയും ഭർത്താവ് രാഹുലും സ്റ്റാർ മാജിക് ഷോയുടെ അണിയറ പ്രവർത്തകരുമടക്കം എല്ലാവരും തന്നെ എത്തിയിരുന്നു. പാട്ടും മേളവുമെല്ലാം നിറഞ്ഞ അന്തരീക്ഷം ഉത്സവ പ്രതീതിയിലാഴ്ത്തിയാണ് താരങ്ങൾ മടങ്ങിയത്. ഒരേ ടെലിവിഷൻ ഷോയിലൂടെ പരിചയപ്പെട്ട് പിന്നീട് സുഹൃത്തുക്കളായവരാണ് ഡയാനയും അമീനും. ഡയാനയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ആതിര മാധവും അനുമോളുമെല്ലാം. ആതിര വഴിയാണ് അമീന്റെ വിവാഹാലോചന എത്തുന്നത്. മാച്ച് മേക്ക് ചെയ്തു നോക്കിയതും ആതിര തന്നെയാണ്. ഡയാനയുടെയും അമീന്റെയും കോമൺ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഇരുവരോടും ഇക്കാര്യം പറയുകയും ആതിര തന്നെ വീട്ടുകാരോടും സംസാരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അമീന്റെ വീട്ടുകാരിൽ നിന്നും വിവാഹാലോചന വരുന്നത്. വിവാഹശേഷവും അഭിനയ രംഗത്തും ടെലിവിഷനിലും തുടരുവാൻ തന്നെയാണ് ഡയാനയുടെയും അമീന്റെയും തീരുമാനം. തമിഴ്, മലയാളം എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള ഡയാന ടെലിവിഷൻ അവതാരകയായും മിനി സ്ക്രീനിലുമെല്ലാം സജീവമാണ്. ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് ഒരു ഓഡീഷനിലൂടെ ഈ മേഖലയിലേക്ക് ഡയാന എത്തുന്നത്. ക്യാമ്പസ് സെലക്ഷനിലൂടെ ജോലിയും കിട്ടി. പക്ഷേ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചപ്പോൾ അഭിനയ മേഖലയിൽ തുടരുകയായിരുന്നു. ടോം ഇമ്മട്ടി സംവിധാനം ചെയ്ത ദ ഗാംബ്ലർ ആണ് അഭിനയിച്ച ആദ്യ മലയാള ചിത്രം. യുവം, വീകം, പാപ്പൻ, മകൾ, ടർക്കിഷ് തർക്കം, സൂപ്പർ സിന്ദഗി എന്നിവയാണ് മറ്റു പ്രധാന സിനിമകൾ. ഒരുമ്പെട്ടവൻ എന്ന ചിത്രത്തിലും ഡയാന അഭിനയിച്ചിരുന്നു. എഞ്ചിനീയറിംഗ് ജോലി കളഞ്ഞ ശേഷമാണ് അമീൻ അവതാരക രംഗത്തേക്ക് എത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.